ഓം ഗും ഗുരുഭ്യോ നമഃ. ഏവർക്കും പ്രണാമം. നമുക്ക് ശ്രീ വാൽമീകി രാമായണത്തിലേക്ക് തന്നെ മടങ്ങാം. രാക്ഷസേന്ദ്രനായ രാവണൻ പിന്നീട് ചെന്നത് അയോധ്യയിലേക്കാണ്. അമരാവതിയിൽ ദേവേന്ദ്രൻ എന്ന പോലെ അനരണ്യൻ എന്ന ഭൂപതിയായിരുന്നു അന്ന് അയോധ്യ പരിപാലിച്ചിരുന്നത്. പുരുഷവ്യാഘ്രനും ഇന്ദ്രതുല്യ ശക്തനുമായ നരേന്ദ്രന്റെ അടുത്ത് ചെന്ന് രാവണൻ പറഞ്ഞു, ഹേ രാജാവേ, ഒന്നുകിൽ യുദ്ധം ചെയ്യുവാൻ തയ്യാറാകൂ, അല്ലെങ്കിൽ തോറ്റിരിക്കുന്നു എന്ന് പറയൂ. ഇതാണ് എൻ്റെ തീരുമാനം. ആ മഹാപാപിയുടെ വാക്കുകേട്ട് അയോധ്യാധിപൻ കുപിതനായി ഇങ്ങനെ തുടർന്നു, ഹേ രാക്ഷസേശ്വര, അങ്ങേക്ക് ഞാൻ ദ്വന്ദ്വയുദ്ധം തരാം. അവിടെ നിൽക്കൂ, പോരിനൊരുങ്ങൂ, ഞാനിതാ തയ്യാറാവുകയായി. ദശാസന്റെ വരവ് മുൻകൂട്ടി അറിഞ്ഞിരുന്ന അനരണ്യൻ വമ്പിച്ച പടയെ രാക്ഷസ സൈന്യങ്ങളുടെ നേരിട്ടയച്ചു. 10,000 ആനകൾ, 1,00,000 കുതിരകൾ, 1,000 തേരുകൾ, അസംഖ്യം കാലാളുകൾ, ഇങ്ങനെ പാർത്തലത്തെ മൂടിക്കൊണ്ട് രാജകീയ സൈന്യം പുറപ്പെട്ടു. യുദ്ധ വിശാരദനായ രാമ, അനരണ്യ നരേന്ദ്രൻ്റെയും അസുരവരേന്ദ്രൻ്റെയും പടകൾ അത്ഭുതകരമായി ഏറ്റുമുട്ടി. എന്നാൽ രാവണ സൈന്യങ്ങളോട് രാജേന്ദ്രപട അടുത്തപ്പോൾ അഗ്നികുണ്ഡത്തിൽ പതിച്ച ഹവിസ് പോലെയായി തീർന്നു. അനേക സമയം പരാക്രമ പ്രൗഢിയോടെ പൊരുതിയെങ്കിലും ആളെ കത്തുന്ന അഗ്നിയോട് സമീപിച്ച ഈയാമ്പാറ്റ പോലെയായി ജ്വലിക്കുന്ന രാക്ഷസേശ്വരന്മാരോട് നരനാഥ സൈന്യം ഏറ്റപ്പോൾ അയോധ്യാധിപന്റെ സൈന്യങ്ങളെല്ലാം അവസാനിച്ചു. തൻ്റെ വൻപട കാട്ടാറുകൾ മഹാസാഗരത്തിൽ ലയിക്കുന്നത് പോലെ അരക്ക സൈന്യ സമുദ്രത്തിൽ അവസാനിക്കുന്നത് കണ്ട അനരണ്യ ഭൂപതി മഴവില്ലൊളിയാർന്ന ധനുസേന്തി ഇടിനാദം പോലെ ചെറുഞാണൊലി മുഴക്കി കോപാവിഷ്ടനായ രാവണനോട് എതിർത്തു. മാരീചൻ, ശൂകൻ, സാരണൻ, പ്രഹസ്തൻ എന്നിവർ രാജവാണങ്ങൾ തട്ടി പിന്തിരിഞ്ഞ് മാനുകൾ പോലെ ഓടിയൊളിച്ചു. അസുരനായകന്റെ അമാത്യന്മാരെ പാലായനം ചെയ്യിച്ച് മന്നവൻ 800 ബാണങ്ങൾ രാവണന്റെ ശിരസിലേക്ക് ഒപ്പമെയ്തു. എന്നാൽ മാമല കൊടുമുടിയിൽ കാർക്കൊണ്ടൽ മാരി ചൊരിയുന്നത് പോലെ മാത്രമേ രാവണന് തോന്നിയുള്ളൂ. അചഞ്ചലനായി നിന്ന അരക്കർക്കോൻ ചൊളിച്ച് അനരണ്യന്റെ ശിരസിൽ കൈത്തലത്താൽ ഒന്ന് ആഞ്ഞടിച്ചു. ഇടുത്തി തട്ടിയ വൻമരം കാട്ടിൽ കടപുഴുങ്ങി വീഴുന്നത് പോലെ ദേഹം കുഴഞ്ഞ് വിറച്ച് രാജേന്ദ്രൻ പാരിൽ പതിച്ചു. ഇക്ഷ്വാകു വംശനാഥനോട് നിശാചരൻ ചിരിച്ചുകൊണ്ട് ചോദിച്ചു, ഹേ രാജാവേ, ഇപ്പോൾ എന്താണ് ഫലം കിട്ടിയത്? ഈ 3 ലോകത്തിലും എന്നോടുകൂടി ദ്വന്ദ്വയുദ്ധത്തിന് ആരും തന്നെയില്ല. ലൗകിക സുവാസക്തനായി വാഴുന്ന അങ്ങ് എൻ്റെ ശക്തിയെപ്പറ്റി കേട്ടിട്ടില്ലായിരിക്കും. പ്രാണൻ ക്രമത്തിൽ നേർത്തു വരുന്ന ഭൂപേന്ദ്രൻ അധീരനാകാതെ സുസ്പഷ്ടമായി പറഞ്ഞു, രാക്ഷസേന്ദ്ര, ഇവിടെ എന്താണ് ചെയ്യുവാൻ സാധിക്കുക? കാലത്തെ ലംഘിക്കുവാൻ ഏതൊരു ജീവിക്ക് സാധിക്കും? തന്നെത്താൻ വാഴ്ത്തുന്ന ഹേ രാക്ഷസ, അങ്ങല്ല എന്നെ വീഴ്ത്തിയത്, കാലം എന്നെ മർദ്ദിച്ചു. അതിനൊരു കാരണം മാത്രമാണ് അങ്ങ്. ജീവൻ വേർപ്പെടുന്ന ഈ ഘട്ടത്തിൽ എനിക്ക് എന്തെന്നാണ് ചെയ്യുവാൻ സാധിക്കുക? പിന്തിരിയാതെ ഭീരുവാകാതെ അടരാടുമ്പോഴാണല്ലോ അങ്ങ് എന്നെ വീഴ്ത്തിയത്. ഈ ഇക്ഷ്വാകു വംശത്തെ തന്നെ നിന്ദിച്ചത് കാരണം ഞാൻ ഒന്ന് പറയുന്നു. ദാനം, ഹോമം, തപം എന്നിവ യഥാവിധി ഞാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ, എൻ്റെ പ്രജകളെ യഥാർഹം ഞാൻ പരിപാലിച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ഈ വാക്കുകൾ സത്യമായി തീരട്ടെ. മഹാത്മാക്കളായ മഹാരാജാക്കന്മാർ ഈ ഇക്ഷ്വാകു വംശത്തിൽ ജനിക്കും. ദശരഥനന്ദനായ രാമൻ നിന്നെ ജീവനെ കൊണ്ടുപോകും. ഇടിനാദം പോലെ ദേവപെരുമ്പളനാദം പെട്ടെന്ന് കേട്ടു. അനരണ്യൻ ഇങ്ങനെ ശപിച്ചപ്പോൾ വാനിൽ നിന്ന് പുഷ്പവർഷവും ഉണ്ടായി. ഹേ രാജരാജനായ രാമ, അങ്ങയുടെ പ്രപൂർവികനായ മന്നവേന്ദ്രൻ വിണ്ണുലകം പൂകി. അതിനുശേഷമേ രാക്ഷസേശ്വരൻ രാവണൻ അവിടെ നിന്ന് പോയുള്ളൂ. മഞ്ഞടത്തിലുള്ള നരപാലകന്മാരെ മുഴുവൻ ഇങ്ങനെ കിടുകിടെ വിറപ്പിച്ചുകൊണ്ട് സഞ്ചരിക്കുന്ന രാവണൻ മുകിലിൻ്റെ മുകൾ ഭാഗത്തുകൂടി സഞ്ചരിക്കുന്ന ശ്രീ നാരദ ദേവഋഷിയെ ഒരിക്കൽ കണ്ടു. മുനീന്ദ്രനെ വണങ്ങിയ രാവണൻ കുശല പ്രശ്നങ്ങൾക്കു ശേഷം വന്ന കാരണം ചോദിച്ചു. മേഘത്തിൽ മരുവുന്ന ഉജ്ജ്വല പ്രഭ ചിന്തുന്ന ദേവഋഷി പുഷ്പക ദിവ്യ വിമാനത്തിൽ വസിക്കുന്ന ദശകന്ധരനോട് പറഞ്ഞു, ബ്രഹ്മഋഷി വിശ്രവസിന്റെ പുത്രനായ രാക്ഷസാധിപ, സൗമ്യനായ നീ അല്പസമയം നിൽക്കൂ. സൽക്കുലജാതനായ അങ്ങയുടെ ഉഗ്രപരാക്രമങ്ങൾ എന്നെ ഏറ്റവും സന്തുഷ്ടനാക്കി. മഹാവിഷ്ണുവിൻ്റെ ദൈത്യവംശ നിധനവും ഗന്ധർവന്മാർ, യക്ഷന്മാർ, ഉരകശ്രേഷ്ഠന്മാർ തുടങ്ങിയ അമയ ബലവാന്മാർ അങ്ങയുടെ പൊരുതിയാണഞ്ഞ പരാജയവും കാരണം എൻ്റെ സന്തോഷം 1000 മടങ്ങ് വർദ്ധിച്ചിരിക്കുന്നു. എന്നാൽ അങ്ങ് ശ്രദ്ധിക്കേണ്ടതായ കാര്യങ്ങൾ ചിലത് ഞാൻ പറയാം, കേൾക്കുമല്ലോ. രാക്ഷസോത്തമനായ അങ്ങ് ആലോചിച്ചതിനു ശേഷം വേണ്ടത് ചെയ്യുക. ഹേ വത്സ രാവണ, എൻ്റെ വാക്കുകൾ ശ്രദ്ധ വയ്ക്കൂ. വാനവർക്ക് കൂടി അബദ്ധനാണങ്ങ്. എന്നിട്ടും ഇങ്ങനെ നരന്മാരെ ഹനിക്കുന്നത് എന്തിനാണ്? ഈ പാർത്തലം തന്നെ മൃത്യു ബാധിച്ചത് കൊണ്ട് കൊല്ലപ്പെട്ടതല്ലേ? ദേവന്മാർ, ദാനവന്മാർ, ദൈത്യന്മാർ, ഗന്ധർവന്മാർ, യക്ഷന്മാർ, രാക്ഷസന്മാർ എന്നിവരെല്ലാവരും കൂടിയാൽ കൂടി അങ്ങയെ ഹനിക്കുവാൻ സാധിക്കില്ല. ഈ നിസാരന്മാരായ നരന്മാരെ എന്തിനാണ് ഇങ്ങനെ വിഷമിപ്പിക്കുന്നത്? ഏറ്റവും അയുക്തമായിട്ടുള്ളതാണത്.
നന്മകൾ യാതൊന്നും തോന്നാതെ കഴിഞ്ഞ ദുഃഖത്തിൽ തിങ്ങി നിറഞ്ഞ് ജരാരോഗങ്ങളാൽ ആവൃതമായിട്ടുള്ള മനുഷ്യലോകത്തെ ആരാണ് നിഗ്രഹിക്കുവാൻ ഒരുങ്ങുക? അനിഷ്ടത്തിൽ നിന്ന് അനിഷ്ടത്തിലേക്ക് മാറി ജീവിക്കുന്ന അഴലേറുന്ന മാനവന്മാരോട് ഏതൊരു ധീരനാണ് അടരിഞ്ഞൊരുങ്ങുക? വിശപ്പ്, ദാഹം, ജര തുടങ്ങിയവയാൽ ദൈവം തന്നെ നരന്മാരെ കൊന്നിരിക്കുന്നു. അനുനിമിഷം നാശത്തിൽ നിന്ന് നാശത്തിലേക്കാണ് അവർ പോകുന്നതും. ശോകാകുലമായി അന്ധമായി ചുറ്റുന്ന ഈ ലോകത്തെ അങ്ങേപ്പോലുള്ള വീരപരാക്രമി മുടിക്കരുത്. മഹാബാഹുവായ നിശാചരേന്ദ്ര, ജീവിതഗതിയെപ്പറ്റി മൂഢന്മാരായ മർത്യന്മാർക്കും യാതൊന്നും അറിയില്ല. വിചിത്രാർത്ഥങ്ങൾ നിറഞ്ഞതാണ് ലോകഗതി. ആനന്ദോന്മത്തരായി വാദ്യവും കൂത്തും ചിലയിടത്ത് കാണുമ്പോൾ അസഹ്യ ദുഃഖത്താൽ കണ്ണീരൊഴുക്കി വാവിട്ട് കരയുകയാണ് മറ്റൊരിടത്ത്. അച്ഛൻ, അമ്മ, മക്കൾ, പത്നി, ബന്ധു എന്നിവരിലുള്ള സ്നേഹവായ്പ കൊണ്ട് മയങ്ങിയതാണ് ഈ ലോകം. സ്വന്തം ജീവിതയാത്രാ ലക്ഷ്യമോ അതിൻ്റെ കഷ്ടപ്പാടോ അറിയാതെ ബോധഹീനരായി വസിക്കുന്ന ഈ ലോകത്തെ വീണ്ടും വിഷമിപ്പിക്കുന്നത് മതി. അർത്ഥലോകത്തെ മുഴുവൻ അങ്ങ് ജയിച്ചിരിക്കുന്നു, സംശയമില്ല. ഒരു കാര്യം തീർച്ചയല്ലേ, ഈ പാർത്തലത്തിൽ ഉള്ളവർക്കെല്ലാം അന്ധകാലയത്തിൽ പോകണമെന്ന്. ഇന്നല്ലെങ്കിൽ നാളെ സ്വയം പോകേണ്ട അവരെ എന്തിനാണ് അമ്മയെ ബലവാനായ അങ്ങ് ആട്ടി ഓട്ടിക്കുന്നത്? എന്നാൽ ഹേ പൗലസ്ത്യ, ശത്രുമർദ്ധകനായ അങ്ങ് വിജയിക്കേണ്ടത് യമനെയാണ്. അന്ധകനെ വെന്നാൽ അങ്ങ് എല്ലാം തോൽപ്പിച്ചു കഴിഞ്ഞു, സംശയമില്ല. ആത്മീയ തേജസ് കൊണ്ട് ജാജുല്യമാനനായ ദേവർഷിയുടെ വാക്കുകൾ കേട്ട ലങ്കേശ്വരൻ വന്ദിച്ച് ചിരിച്ചു പറഞ്ഞു, അല്ലയോ മഹർഷേ, ദേവഗന്ധർവ വൃന്ദങ്ങളിൽ വിഹരിക്കുന്നവനും സമരപ്രിയനുമായ ദേവഋഷി, ഞാൻ പാതാളത്തെ മുഴുവൻ ജയിക്കണമെന്ന് വിചാരിച്ച് പുറപ്പെട്ടതാണ്. പിന്നീട് 3 ലോകങ്ങളെയും ജയിച്ച് ദേവന്മാരെയും ഉരകങ്ങളെയും കീഴടക്കി രസാലയത്തിലേക്കുള്ള പയോധിയെ കടഞ്ഞ് അമർതെടുക്കും. ഭഗവാൻ നാരദൻ ദശാസനോട് വീണ്ടും അരുളി ചെയ്തു, ശത്രുവംശനാശകനായ രാവണ, എന്നാൽ ഈ വഴിക്കല്ല പോകേണ്ടത്, മറ്റു വഴിക്കാണ്. ഹേ ദുരാദർശ, അതിദുർഗമമായ ഈ മാർഗം പ്രേതരാജ നഗരിയിലേക്കാണ് ചെന്നു ചേരുക. ശരൽക്കാല മുകിലിനെ പോലെ പൂപ്പുഞ്ചിരി പൊഴിച്ചുകൊണ്ട് ദശകന്ദ്രൻ ആവശ്യമുള്ളിടത്തോളം പറഞ്ഞു കഴിഞ്ഞു. അല്പമൊന്ന് ആലോചിച്ച് വീണ്ടും തുറന്നു. ദേവർഷി പ്രമുഖ, ഞാൻ ഈ വഴിക്ക് തന്നെ പോവുകയാണ്. സൂര്യസുധനായ യമനെ നിഗ്രഹിക്കുവാൻ ദക്ഷിണാദിക്കിലേക്ക് ഞാൻ യാത്ര പോകുന്നു. ഭഗവാനെ, ഞാൻ കോപാധിക്യത്താൽ യുദ്ധക്കൊതിയോടെ 4 ദിക്പാലകന്മാരെയും വിജയിക്കാമെന്ന് ശപഥം ചെയ്തിരിക്കുന്നു. അതുകൊണ്ട് സകല പ്രാണികളുടെയും ജീവഹന്താവായ യമനു തന്നെ ഒന്നാമതായി മൃത്യുവേകിയേക്കാം. ഇത്രയും പറഞ്ഞ ദശാനനൻ നാരദ മാമുനീന്ദ്രനെ വണങ്ങി മന്ത്രിമാരോടൊന്നിച്ച് സന്തുഷ്ടഹൃദയനായ ആശുരേശൻ തെക്കേ ദിക്ക് നോക്കി നടന്നു. അമയ പ്രഭാവമുള്ള ദേവഋഷി വരെയും അല്പനേരം കണ്ണടച്ചു ധ്യാനത്തിലാണ്ടു. പുകയില്ലാത്ത അഗ്നിയെപ്പോലുള്ള ആ ദ്വിജശ്രേഷ്ഠൻ ചിന്തിച്ചു, ഇന്ദ്രാദി ദേവന്മാരോടും എന്തിനധികം സർവചരാചരങ്ങളോടും കൂടി 3 ലോകങ്ങളെയും ധർമ്മത്താൽ അവസാനിപ്പിക്കുന്ന കാലനെ എങ്ങനെയാണ് വിജയിക്കുക? രണ്ടാമത്തെ അഗ്നിയെ പോലെയുള്ള ഏതൊരുവനാലാണോ സ്വദത്ത കൃത സാക്ഷിയാകുന്നത്? ഏതൊരു മഹാത്മാവാനാലാണോ ലോകം രണ്ടാമതും ബോധമേറ്റ് ചേഷ്ടിക്കുന്നത്? 3 ലോകങ്ങളും ഏതൊരുവനെ പേടിച്ചാണോ അരണ്ടോടുന്നത്? അവൻ്റെ സമീപത്തേക്ക് ഈ രാക്ഷസേശ്വരൻ എങ്ങനെയാണ് ചെന്നു ചേരുക? പിതാതാവും ദാതാവുമായിട്ടുള്ളവൻ, പുണ്യപാപ സ്വരൂപമാർന്നവൻ, 3 ലോകങ്ങളെയും നിശേഷം ജയിച്ചവൻ, അവനെ എങ്ങനെയാണ് ഒരുവന് ജയിക്കുവാൻ സാധിക്കുക? ഇന്നുവരെയും കാണാത്ത എന്തെല്ലാം ഒരുക്കങ്ങൾ കൊണ്ടാണ് രാവണൻ ഇത് സാധിക്കുക? വെറും കൗതുക പ്രേരണ കൊണ്ട് മാത്രം ഞാൻ യമസദനത്തിലേക്ക് പോകുന്നു. ധർമ്മരാജാവിൻ്റെയും രാക്ഷസ രാജാവിൻ്റെയും കഴിഞ്ഞ യുദ്ധം സ്വനേത്രങ്ങളാൽ കാണാമല്ലോ. ശേഷം ചരിതം നമുക്ക് അടുത്ത ഭാഗത്തിലൂടെ കാണാം. ഗുരുപാദങ്ങളിൽ സാഷ്ടാംഗ പ്രണാമത്തോടെ നമസ്കാരം.